ഹലോ കൂട്ടുകാരെ, അബീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ നിലക്കടല അഥവാ കപ്പലണ്ടി എങ്ങനെയാണ് മസാല ഫ്രൈ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുപാടൊന്നും വേണ്ട, 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ വെള്ളം ഒന്നിച്ച് ചേർക്കരുത്. ഇതൊരു വിസ്ക് വെച്ച് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ബാറ്റർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 പിഞ്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പീനട്ട് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് തിളച്ചിട്ടുണ്ട്. ഇനിയും ഈ കപ്പലണ്ടി ബാറ്ററിലേക്ക് ഇട്ടിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പൊടി കൂടി ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ആ ബാറ്ററി മുക്കി കുറച്ച് ഇട്ടപ്പോഴത്തേക്ക് അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി നമുക്കിത് ഒരു തവി വെച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം, ഒട്ടിപ്പിടിക്കാതെ. ഇതിങ്ങനെ തവി വെച്ചൊന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി, അതങ്ങ് സെപ്പറേറ്റ് ആയി കിട്ടിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. പീനട്ടിൽ പ്രോട്ടീനും ഫാറ്റുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഫാറ്റ് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഫാറ്റാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെയ്റ്റ് മെയിൻ്റനൻസിനും ഇത് ഉപയോഗിക്കാം. നമ്മുടെ കപ്പലണ്ടി ഇവിടെ മൂത്തിട്ടുണ്ട്, കണ്ട നിറമൊക്കെ മാറിയിട്ടുണ്ട്, ഒരു ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കി പീനട്ട് കൂടി ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ബാച്ച് ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് അതുകൂടെ ഒന്ന് വറുത്തെടുക്കാം. കരിയാപ്പില ഇവിടെ മൂത്തു. ഇനി അത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പീനട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി അതിൻ്റെ തൊലിയോടുകൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി എണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. വെളുത്തുള്ളി ഇവിടെ മൂത്തു. അതുകൂടി കോരി നമുക്ക് ഈ പീനട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന പീനട്ടിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഈ പാത്രം ഇങ്ങനെയൊന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ പീനട്ട് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.